ആയത്തുള്ള അലി ഖമേനി ഇറാന്റെ ധിക്കാരത്തിന് രൂപം നൽകിയ നേതാവ്. ഇറാന്റെ സിംഹം വീണു, പക്ഷേ പ്രതിരോധത്തിന്റെ കനലുകൾ അണയുന്നില്ല. അമേരിക്കൻ ധാർഷ്ട്യത്തിന് ഇറാന്റെ മറുപടി എന്താകും? ലോകത്തെ വിറപ്പിക്കുന്ന പരമാധികാരത്തിന്റെ കാവൽക്കാർ ചമയുന്ന അമേരിക്കയും അവരുടെ പാവയായ ഇസ്രയേലും ചേർന്ന് ഇറാന്റെ ആത്മാഭിമാനത്തിനു മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വൈറ്റ് ഹൗസിലെ യജമാനന്മാർ മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് അവരുടെ മണ്ണിൽ കയറി ഒരു രാഷ്ട്രതലവനെ കൊലപ്പെടുത്തിയപ്പോൾ തകർന്നു വീണത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാ മര്യാദകളുമാണ്. ഇസ്രയേലിന് കഞ്ഞിവെക്കുന്ന അമേരിക്കൻ പോലീസും പരമാധികാരത്തിന്റെ പൊരുളും. ലോക പോലീസ് ചമഞ്ഞ് എവിടെയും കയറി ആരെയും കൊല്ലാൻ തങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്ന് ട്രംപിന്റെയും കൂട്ടരുടെയും ധാർഷ്ട്യം ഇതാദ്യമായല്ല നാം കാണുന്നത്. ഖാസിം സുലൈമാനിയെ കൊന്ന അതേ വഴിയിലൂടെ ഖമേനിയെയും ഇല്ലാതാക്കുമ്പോൾ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ പ്രതിരോധത്തിന്റെ നട്ടെല്ല് തകർക്കാനാണ്. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് പച്ചക്കൊടി കാണിക്കുകയും മറുവശത്ത് വധശിക്ഷാ വിധികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഈ അമേരിക്കൻ പാരഡോക്സ് ലോകം ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആഹ്വാനം ചെയ്യാൻ അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണുള്ളത്? ഇസ്രയേലിന്റെ അധിനിവേശങ്ങൾക്ക് കുടപിടിക്കുകയും അവർക്ക് വേണ്ടി കഞ്ഞിവെക്കുകയും ചെയ്യുന്ന പണിയാണ് അമേരിക്ക വർഷങ്ങളായി ചെയ്തു വരുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാനും അവരുടെ ശാസ്ത്രജ്ഞരെ വധിക്കാനും ഇസ്രയേലിന് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ഈ അമേരിക്കൻ സാമ്രാജ്യത്വ ബുദ്ധി തന്നെയാണ്. ഖമേനി വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യം. 1989 അധികാരമേറ്റതു മുതൽ പടിഞ്ഞാറൻ ശക്തികളുടെ കണ്ണിലെ കരടായിരുന്നു ഖമേനി. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിച്ചിട്ടും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന മഹാശക്തിയെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹമാസും ഹിസ്ബുള്ളയും മുതൽ യമനിലെ ഗൂത്തികൾ വരെ നീളുന്ന ആ പ്രതിരോധ ശൃംഖലയെ അമേരിക്കയെയും ഇസ്രയേലിനെയും എന്നും ഭയപ്പെടുത്തിയിരുന്നു. 86 വയസ്സിലും തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത നേതാവായിരുന്നു അദ്ദേഹം. അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ഇറാന്റെ തെരുവുകളിൽ മുഴങ്ങുന്ന മുറവിളിയായി മാറിയിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തോടൊപ്പം കൊല്ലപ്പെട്ട ഖമേനി ഇറാന്റെ ചരിത്രത്തിൽ ഇനി മായാത്ത ഒരു രക്തസാക്ഷിയായി തന്നെ വാഴ്ത്തപ്പെടുന്നതിൽ സംശയമൊന്നുമില്ല. അടിച്ചമർത്തലിൽ വിരിയുന്ന വിപ്ലവം. ഖമേനിയുടെ മരണത്തോടെ ഇറാൻ തകരുമെന്നും ജനങ്ങൾ തെരുവിൽ അമേരിക്കയെ സ്വാഗതം ചെയ്യുമെന്നും ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും ദിവാസ്വപ്നം മാത്രമാണ്. ചരിത്രത്തിലുടനീളം ഇറാൻ തെളിയിച്ചിട്ടുള്ളത് ബാഹ്യമായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനത ഒരൊറ്റ വികാരമായി മാറുമെന്നാണ്. ഇസ്രയേലിയന്റെ വംശഹത്യ യുദ്ധത്തിന് പിന്തുണ നൽകുന്ന അമേരിക്ക ഇറാന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. സിറിയയിലും ഇറാഖിലും ലിബിയയിലും ജനാധിപത്യം കൊണ്ടുവരാൻ പോയ അമേരിക്ക അവിടെയെല്ലാം വിതച്ചത് ചോരയും കണ്ണീരും മാത്രമാണ്. ഇറാന്റെ മണ്ണിലും അത് ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് അവിടുത്തെ പ്രതിരോധ സേന. അവസാനിക്കാത്ത പോരാട്ടം. ഖമേനി ഇല്ലാത്ത ഇറാൻ എങ്ങോട്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് കൂടുതൽ കഠിനമായ പ്രതിരോധത്തിലേക്കായിരിക്കും. അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾക്കും ഇസ്രയേലിന്റെ വിപുലീകരണ മോഹങ്ങൾക്കും എളുപ്പത്തിൽ കീഴ്പ്പെടുന്ന ഒന്നല്ല ഇറാൻ എന്നും വരും ദിവസങ്ങൾ തെളിയിക്കും. ഖമേനിയുടെ രക്തം ഇറാന്റെ മണ്ണിൽ പുതിയൊരു വിപ്ലവത്തിന് തന്നെ തീ കൊളുത്തും. സ്വാതന്ത്ര്യത്തിന്റെ സമയം അടുത്ത് എന്ന് ട്രംപ് പ്രസംഗിക്കുമ്പോൾ ഇറാനികൾ അത് കാണുന്നത് തങ്ങളുടെ അടിമത്തത്തിന്റെ തുടക്കമായിട്ടാണ്. അമേരിക്കയുടെ പാവഭരണകൂടത്തെക്കാൾ സ്വന്തം അഭിമാനം കാക്കുന്ന പോരാട്ടത്തിനാണ് പേർഷ്യൻ പോരാളികളായ ഇറാനികൾ മുൻഗണന നൽകുക എന്നത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഈ ആക്രമണം ഇസ്രയേലിലും ഇറാനിലും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നതാണ് ഉയർന്നു വരുന്ന മറ്റൊരു പ്രധാന ആശങ്ക. ലെബനൻ, യമൻ, ഇറാഖ് എന്നിവിടങ്ങളിലും ഗ്രൂപ്പുകൾ കൂടി സജീവമാകുന്നതോടെ ഒരു മൾട്ടി ഫ്രണ്ട് വാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരത ആഗോള വിപണിയെ നേരിട്ട് ബാധിക്കും. ഹോർമോസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരും. ചെങ്കടലിലെ സുരക്ഷാ ഭീഷണി ആഗോള വ്യാപാരത്തെയും വിതരണ ശൃംഖലയെയും ബാധിക്കും. അറബ് രാജ്യങ്ങൾ നിലവിൽ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇസ്രയേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന രാജ്യങ്ങൾക്ക് തങ്ങളുടെ ജനവികാരം കണക്കിലെടുത്ത് ആ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും. ഇത് മേഖലയിലെ സമാധാന ചർച്ചകളെ വർഷങ്ങൾ പിന്നോട്ടടിക്കും. ആക്രമണങ്ങൾ തീവ്രമാകുന്നതോടെ സിവിലിയന്മാരുടെ ജീവഹാനിയും പലായനവും വർദ്ധിക്കും. ഇത് ലെബനനിലും ഗാസയിലും നിലവിലുള്ള ദുരിതങ്ങൾ ഇരട്ടിയാക്കുകയും അയൽ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാവുകയും ചെയ്യും. അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന ശക്തമായ പിന്തുണയും റഷ്യയും ചൈനയും ഇറാനുമായി പുലർത്തുന്ന തന്ത്രപരമായ ബന്ധവും ഈ പ്രാദേശിക പ്രശ്നത്തെ ഒരു ആഗോള വൻശക്തി മത്സരവേദിയാക്കി മാറ്റിയേക്കാം. ചുരുക്കത്തിൽ, അമേരിക്ക എന്ന ചോര കുടിയൻ ചെന്നായെ
കൊളുത്തിവിടുന്ന തിരി ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെയാണ് ലോകത്തെ നയിക്കുക എന്നതിൽ സംശയമൊന്നുമില്ല.